റായൻ ധനുഷ് സംവിധാനം ചെയ്ത് ധനുഷ് തന്നെ കേന്ദ്ര കഥാപാത്രമായി തിയേറ്ററിലെത്തിയ സിനിമയാണ് റായൻ. ധനുഷിൻ്റെ കഥാപാത്രമായ റായൻ്റെ കുടുംബത്തിൽ നടക്കുന്ന ചില സംഭവങ്ങളും അതേ തുടർന്ന് ആ കുടുംബത്തിൽ വരുന്ന മാറ്റങ്ങളുമാണ് ഈ സിനിമയിൽ പറയുന്നത്. നമ്മൾ പല പ്രാവശ്യം കണ്ടുപഴകിയ പ്രതികാര കഥയാണെങ്കിലും ഡയറക്ഷനിലൂടെയും മേക്കിങ്ങിലൂടെയും വളരെ നന്നായി തന്നെ ഈ സിനിമ ചെയ്തു വെച്ചിട്ടുണ്ട് ധനുഷ്. പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഇതിലെ ഓരോ അഭിനേതാക്കളും അവർക്ക് കിട്ടിയ കഥാപാത്രം വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട പെർഫോമൻസ് പറയുമ്പോൾ തുഷാര വിജയൻ, ധനുഷിൻ്റെ അനിയത്തിയായി അഭിനയിച്ച തുഷാര വിജയൻ്റെ പെർഫോമൻസ് ഒരു രക്ഷയുമില്ല. ഈ സിനിമയിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് തുഷാരയുടെ തന്നെയാണ്. സിനിമയിൽ ധനുഷിൻ്റെ അനിയന്മാരായി എത്തിയ കാളിദാസ് ജയറാമും സന്ദീപ് കിഷനും വളരെ നല്ല പെർഫോമൻസ് തന്നെയാണ് ചെയ്തത്. അതിലും സന്ദീപ് കിഷനും അപർണ ബാലമുരളിയും തമ്മിലുള്ള കെമിസ്ട്രിയും അവരുടെ കോമ്പിനേഷൻ സീൻസൊക്കെ വളരെ നന്നായി തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ വന്ന ധനുഷും വില്ലനായി എത്തിയ എസ്.ജെ. സൂര്യയും നല്ല രീതിയിൽ പെർഫോം ചെയ്തുവെങ്കിലും അവരുടെ രണ്ടുപേരുടെയും ആക്ടിംഗ് കാലിബർ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത റോളുകളായിരുന്നു ഇത്. എസ്.ജെ. സൂര്യയ്ക്ക് കുറച്ചുകൂടി കാലിബറും പൊട്ടൻഷ്യലും ഉള്ള ഒരു വില്ലൻ റോൾ കൊടുക്കാമായിരുന്നു എന്ന് തോന്നി. ഇതിലെ ആക്ഷൻ സീക്വൻസൊക്കെ വളരെ ഗംഭീരമായി തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിന് മേക്കിംഗ് ആവട്ടെ, സ്റ്റണ്ട് കൊറിയോഗ്രാഫി എല്ലാം വളരെ മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. വളരെ ബ്ലഡിഷ് ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസുകളാണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ ഫാമിലി ഓഡിയൻസിന് ആക്ഷൻ സീക്വൻസുകൾ ഇഷ്ടപ്പെടുമോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. സിനിമാറ്റോഗ്രാഫി, ലൈറ്റിംഗ്, VFX അങ്ങനെ ഇതിൻ്റെ ടെക്നിക്കൽ വശങ്ങളെല്ലാം വളരെ നന്നായി തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ AR റഹ്മാനാണ്. AR റഹ്മാൻ്റെ മ്യൂസിക് ആവട്ടെ, സോങ്ങുകളാവട്ടെ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആവട്ടെ എല്ലാം ടോപ്പ് നോച്ച് ലെവലിലാണ് ചെയ്തത്. ഓരോ സോങ്ങും ഓരോ BGMഉം ആ സീനുകൾ എലവേറ്റ് ചെയ്യുന്ന രീതിയാവട്ടെ, സിറ്റുവേഷൻ പ്രേക്ഷകരിലേക്ക് കൺവേ ചെയ്യുന്നതാവട്ടെ എല്ലാം വളരെ മികച്ച രീതിയിൽ തന്നെ AR റഹ്മാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിൽ നെഗറ്റീവിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ സ്ക്രീൻ പ്ലേ പറയാം. കണ്ടുപഴകിയ കഥയാണെങ്കിലും അതിൻ്റെ സ്ക്രീൻ പ്ലേയിൽ കുറച്ചും കൂടെ ശ്രദ്ധിച്ച് കുറച്ചും കൂടെ എൻഗേജ് ആക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി. ഓവറോൾ എ വൺ ടൈം തിയേറ്റർ വാച്ചബിൾ മൂവി.